എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചേനയിൽ വെച്ചിട്ടൊരു തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ചേനയിൽ നമുക്ക് ചെത്തിയെടുക്കാം. ചേനയൊക്കെ കുറവാട്ടോ, 2-3 ചേനയാകപ്പാടേ ഉള്ളൂ. അപ്പോൾ അധികം വിളയാത്ത, ഒത്തിരി മൂക്കാത്ത ചേനയുടെ ഇല നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. മഴക്കാലത്തൊക്കെ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കണം എന്നല്ലേ പറയാറ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഇത് നമുക്ക് തോരൻ വെച്ച് നോക്കാം. ഞാൻ ഈ ഇലകളൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഒന്ന് തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇനി അരിഞ്ഞെടുക്കാം. പിന്നെ ഇലക്കറികളൊക്കെ നമ്മൾ തോരൻ വെക്കുമ്പോൾ വാടുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് തോരൻ വെക്കണം. ആദ്യമായിട്ടാട്ടോ ഞാൻ ചേനയില തോരൻ വെക്കുന്നത് കൊണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കറിയില്ല. അതായത് ഇത് ചെറിയോന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. തോരനുള്ള ചേനയില ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് അരപ്പിടണം. ചെറുതായിട്ടൊന്ന് ചായച്ചിടാനാണ്. കുറച്ച് തേങ്ങയും കുറച്ച് ചുവന്നുള്ളി, കാന്താരി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഒതുക്കിയെടുക്കാം അരയിൽ വെച്ച്. ചീനിച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടെ മൂത്ത് ഉഴുന്നുപരിപ്പും എല്ലാം ചുമന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച ഈ അരപ്പം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചേനയിലെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ ചൊറിച്ചിലൊന്നുമില്ല ചേനയിലെ അരിയുമ്പോൾ കേട്ടോ. അഥവാ ആർക്കെങ്കിലും ചൊറിഞ്ഞാൽ കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കണം. എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കിയപ്പോൾ തന്നെ ഇത് എന്താ പോലെ ആയി കേട്ടോ. അതുകൊണ്ട് ഞാനിത് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു അല്പം നേരം ഒന്ന് മൂടി വെക്കാവേ. ഇപ്പം നമ്മുടെ ചേനയിലെ തോരൻ നല്ല വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല പൊടിയായിട്ട് കിടക്കണം. അപ്പോൾ തീ ഓഫ് ചെയ്യാം. ഞാനൊരു ഇച്ചിരി എടുത്ത് ടേസ്റ്റ് നോക്കാവേ. ഹെവിയായിട്ട് ഉണ്ടാക്കുന്നതാണ് ചേനയിലത്തോരൻ. കർക്കിടക മാസത്തിൽ ഇലക്കറികളൊക്കെ വെച്ച് കഴിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, എന്തായാലും കഴിച്ച് നോക്കും. ചൊറിച്ചിലൊന്നുമില്ല. ചൊറിച്ചിലുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചേ. ചൊറിച്ചിലൊന്നുമില്ല. സാധാരണ ഇലക്കറിയൊക്കെ കൂട്ടുന്ന പോലെയൊക്കെ തന്നെ ഇരിക്കുന്നു. പിന്നെ ഉഴുന്നുപരിപ്പൊക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം വൈറ്റമിൻ സിയും എയും ഒക്കെ ധാരാളം ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കർക്കിടക മാസത്തിൽ ഇലക്കറികളൊക്കെ കഴിക്കണം എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, വെച്ച് കഴിച്ചിട്ടില്ലാത്തവർ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.